ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ 4ാമത്തെ യൂണിറ്റ് മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മോൾ. അപ്പോൾ എന്താണ് മോൾ എന്നും അതിനെ ബന്ധപ്പെട്ട പ്രോബ്ലംസും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. SSLC കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മോൾ കോൺസെപ്റ്റ്. സോ നമുക്ക് ആദ്യം എന്താണ് മോൾ എന്ന് മനസ്സിലാക്കാം. ആദ്യം മനസ്സിലാക്കുക, മോൾ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആണ്. മോൾ എന്ന് പറയുന്നത് ഒരു SI യൂണിറ്റ് ആണ്. നമ്മൾ ഒരുപാട് SI യൂണിറ്റുകൾ നമുക്കറിയാം. ഉദാഹരണത്തിന് കിലോഗ്രാം എന്ന് പറയുന്നത് മാസിൻ്റെ യൂണിറ്റ് ആണ്. മീറ്റർ എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ യൂണിറ്റ് ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ടൈമിൻ്റെ SI യൂണിറ്റ് ആണ്. ഇതുപോലെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു യൂണിറ്റ് ആണ് മോൾ എന്ന് പറയുന്നത്. മോൾ എന്ന് പറയുന്നതും ഇതുപോലെ ഒരു യൂണിറ്റ് ആണ്. എന്നാൽ ഇത് നമ്മൾ അധികം ഉപയോഗിക്കാറില്ല. സോ ഈ യൂണിറ്റ് എന്തിനു ഉപയോഗിക്കുന്നു? അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദി എമൗണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദി എമൗണ്ട് ഓഫ് കെമിക്കൽസ്. കെമിക്കൽസിൻ്റെ അളവ് പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് മോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റ് പരിചിതമാകാത്തതിൻ്റെ കാരണം നമ്മൾ ഒരിക്കലും കെമിക്കൽസ് അത്രയും പരിചിതമായി ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. സോ നമ്മുടെ ലാബിലേക്കോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കോ നമ്മൾ കെമിക്കൽസിൻ്റെ അളവ് പറയുന്നത് മോൾ എന്ന യൂണിറ്റിലായിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ പറയാറുണ്ട് അല്ലെ, 5 മോൾ സോഡിയം, അല്ലെങ്കിൽ 10 മോൾ സൾഫ്യൂരിക് ആസിഡ്, 5 മോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതുപോലെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു യൂണിറ്റ് ആണ് മോൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ എങ്കിൽ എന്താണ് ഒരു മോൾ എത്രയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു മോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്. നമ്മൾ 1 കിലോഗ്രാം, നമുക്കറിയാം 1 കിലോഗ്രാം എന്ന് പറയുന്നത് ഒരു അളവാണ്, ഒരു ക്വാണ്ടിറ്റിയാണ്. ഇതുപോലെ ഒരു മോൾ എന്ന് പറയുന്നതും ഒരു ക്വാണ്ടിറ്റിയാണ്. എത്രയാണ് ആ ക്വാണ്ടിറ്റി എന്നുള്ളത് മനസ്സിലാക്കുക മക്കളെ. ഒരു മോൾ എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റിയാണ്. ഈ ഒരു മോൾ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയിൽ, അളവിനകത്ത് മക്കളെ, ഒരു ക്വാണ്ടിറ്റിയാണ്. ഇതിൻ്റെ കണ്ടീഷൻ എന്താണ്? ഒരു മോളിനകത്ത് 6.022 ഇൻറ്റു 10⁻⁴ എന്ത് കാണും? പാർട്ടിക്കിൾസ്. എന്തായിരിക്കും ഉണ്ടാവുക? പാർട്ടിക്കിൾസ്. അപ്പോൾ ഒരു മോൾ എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റിയാണ് എന്ന് മനസ്സിലാക്കുക. ആ ക്വാണ്ടിറ്റിയിൽ ഇത്രയും എണ്ണം പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. എത്രയും എണ്ണം? 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഈ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പാർട്ടിക്കിൾസ്, ഓക്കെ, അപ്പോൾ ഈ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ അത് ആരൊക്കെയാവാം? വളരെ മൈന്യൂട്ടഡ് ആയിട്ടുള്ള ആറ്റങ്ങളാകാം, അതല്ലെങ്കിൽ നമ്മുടെ മോളിക്യൂൾസ് ആവാം, അതുമല്ലെങ്കിൽ നമ്മുടെ അയോണുകൾ വരാം, ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ പോലെയുള്ള വളരെ മൈന്യൂട്ടഡ് ആയ പാർട്ടിക്കിൾസിൻ്റെ എണ്ണമായിരിക്കും അത്. അപ്പോൾ ഒരു മോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് കെമിക്കൽ സബ്സ്റ്റൻസ് ദാറ്റ് കൺസിസ്റ്റ് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ദ പാർട്ടിക്കിൾസ് മേ ബി ആറ്റം ഓർ മോളിക്യൂൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ 2 പാർട്ടിക്കിൾസുകളാണ് പഠിക്കാൻ. ഒന്ന് ആറ്റം എന്ന് പറയുന്നതും 2 മോളിക്യൂൾസ് എന്ന് പറയുന്ന 2 പാർട്ടിക്കിൾസ്. ഇവരുടെ എണ്ണം കണ്ടുപിടിക്കാനും മാസ് കണ്ടുപിടിക്കാനും ഒക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് പാർട്ടിക്കിൾസ് ആറ്റം ആകുമ്പോൾ അത് മോളുമായിട്ട് എങ്ങനെയാണ് റിലേഷൻ, മോളിക്യൂൾസ് ആകുമ്പോൾ എങ്ങനെയാണ്, ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കാനുള്ളത്. സോ ആദ്യം നിങ്ങൾ പഠിക്കുക എന്താണ് ഒരു മോൾ. മനസ്സിലായല്ലോ? 1 മോൾ ഈസ് ആൻ എമൗണ്ട് ഓഫ് കെമിക്കൽ സബ്സ്റ്റൻസ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ദ പാർട്ടിക്കിൾസ് മേ ബി ആറ്റം ഓർ മോളിക്യൂൾസ്. ക്ലിയർ ആണോ? സോ നമ്മൾ ആദ്യം ആറ്റം എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആറ്റം. അപ്പോൾ ആറ്റത്തിൻ്റെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ആറ്റത്തിൻ്റെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ്സുകൾ അറിഞ്ഞിരിക്കണം. ഒരു ആറ്റത്തിൻ്റെ മാസ്സാണ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അറ്റോമിക് മാസ്സുകൾ നമ്മൾ
മനസ്സിലാക്കിയിരിക്കണം. ഓരോ ആറ്റത്തിനും ഓരോ അറ്റോമിക് മാസ്സുകളുണ്ട്. ഉദാഹരണത്തിന് ഞാനിവിടെ എഴുതാൻ പോവുകയാണ് അറ്റോമിക് മാസ്സുകൾ. ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് നമുക്കറിയാം. ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 1 ആണ്. അല്ലേ? എല്ലാ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയും അറ്റോമിക് മാസ് 1 ആണ്. ഇതുപോലെ മറ്റൊന്ന് ഹീലിയം. അറ്റോമിക് മാസ് 4 ആണ്. കാർബൺ അറ്റോമിക് മാസ് 12 ആണ്. നൈട്രജൻ അറ്റോമിക് മാസ് 14 ആണ്. ഓക്സിജൻ അറ്റോമിക് മാസ് 16. സോഡിയം അറ്റോമിക് മാസ് 23. മഗ്നീഷ്യം അറ്റോമിക് മാസ് 24. സൾഫർ അറ്റോമിക് മാസ് 32. ക്ലോറിൻ 35.5. then പൊട്ടാസ്യം 39. കാൽഷ്യം 40. ഇപ്പം ഞാൻ ഈ എഴുതിയത് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ചില ആറ്റങ്ങളുടെ അറ്റോമിക് മാസ്സുകളാണ്. അപ്പോൾ ഇത് പറ്റുന്നവർ ഇത് മനസ്സിലാക്കി കാണാതെ പഠിച്ചാൽ നന്നാവും. ഇതല്ല എങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരാറുണ്ട്. അല്ലെങ്കിൽ പറ്റുന്ന ആളുകൾ ഈ അറ്റോമിക് മാസ്സുകളെല്ലാം ഓർത്തിരിക്കുക. ഓക്കെ, സോ ഇതാണ് ആറ്റങ്ങളുടെ അറ്റോമിക് മാസ്സുകൾ. ഓക്കെ, ഇനി നമുക്ക് ഈ ആറ്റങ്ങളെയെല്ലാം, ഈ ഓരോ ആറ്റങ്ങളെയും, ഹൈഡ്രജനെയും ഹീലിയത്തെയും കാർബണിനെയും ഒക്കെ നമുക്കൊരിക്കലും എണ്ണിയെടുക്കാൻ കഴിയില്ല. പകരം ഇവരെയെല്ലാം നമ്മൾ തൂക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? തൂക്കിയെടുത്ത് അതിൽ നിന്ന് എണ്ണം കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഒരു സ്പേസ് ഞാനിവിടെ ഡിലീറ്റ് ചെയ്യുന്നു. നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നിൻ്റെയും എണ്ണം നമുക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ശ്രദ്ധിച്ചോ, ഹൈഡ്രജൻ. ആദ്യം ഞാൻ എടുക്കാൻ പോകുന്ന ആറ്റം ഹൈഡ്രജൻ ആണ്. മനസ്സിലാക്കുക, ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത്, ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ ആണല്ലോ. ഈ ഹൈഡ്രജനെ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിൽ നമുക്ക് അളന്നെടുക്കാൻ പറ്റും. എണ്ണാനാണ് ബുദ്ധിമുട്ട്. അളന്നെടുക്കാം. 1000 ഗ്രാം എടുക്കാം, 500 ഗ്രാം എടുക്കാം, അല്ലേ? എത്രയും എടുക്കാം. പക്ഷെ ഞാൻ എടുക്കുന്ന ക്വാണ്ടിറ്റി വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ്. ഞാൻ എടുക്കുന്നത് 1 ഗ്രാം. എടുക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണ്? 1 ഗ്രാം. ഈ 1 ഗ്രാം എന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ശ്രദ്ധിച്ചോ, ഈ 1 എന്നതിൻ്റെ മുൻപിൽ നമ്മൾ എന്ത് ചേർക്കുന്നു? ജി എന്ന യൂണിറ്റ് ചേർക്കുന്നു, അത്രമാത്രം, അല്ലേ? ജി ചേർക്കുന്ന സമയത്ത് നമ്മൾ അതിനൊരു പേര് വിളിക്കും. എന്താണ്? അതായത് അറ്റോമിക് മാസ് നമുക്കറിയാം. അറ്റോമിക് മാസ് നമ്മൾ പഠിച്ചു. ഈ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാലാണ് 1, അല്ലേ? അതിന് മുൻപിൽ ഗ്രാം ചേർത്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കും ഗ്രാം അറ്റോമിക് മാസ്. അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രാം അറ്റോമിക് മാസ്. അപ്പോൾ ഹൈഡ്രജന്റെ ഗ്രാം അറ്റോമിക് മാസ് എത്രയാണ്? 1 ഗ്രാം. അതുപോലെ കാർബണിന്റെ ഗ്രാം അറ്റോമിക് മാസ് എത്രയാണ്? 12 ഗ്രാം. നൈട്രജന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 14. ഗ്രാം അറ്റോമിക് മാസ് എത്രയായിരിക്കും? 14 ഗ്രാം. ഓക്സിജന്റെ ഗ്രാം അറ്റോമിക് മാസ് 16 ഗ്രാം. എന്താണ് ഗ്രാം അറ്റോമിക് മാസ്? അറ്റോമിക് മാസിനെ ഗ്രാമിൽ പറയുക, അതാണ് ഗ്രാം അറ്റോമിക് മാസ്. അറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. മക്കളെ ശ്രദ്ധിച്ചോ, ഈ 1 ഗ്രാം എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ ആ 1 ഗ്രാം ക്വാണ്ടിറ്റിക്കകത്ത് 6.022 ഇൻറ്റു 10⁻23, അതായത് അവഗാഡ്രോ നമ്പർ എന്ത് കാണും? ആറ്റംസ്. ഇത്രയും എന്ത് കാണും? ആറ്റംസ് ഉണ്ടായിരിക്കും. മനസ്സിലാക്കുക. ആൻഡ് നമ്മൾ നേരത്തെ പഠിച്ചു, ഇത്രയും എണ്ണമുണ്ടെങ്കിൽ, അത് ആറ്റമാവട്ടെ എന്തുമായിക്കൊള്ളട്ടെ, ഇത്രയും എണ്ണമുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിച്ച പേരാണ് 1 മോൾ. അതാണ് എന്ത്? 1 മോൾ. ഇത് 1 മോൾ ആരാണ്? ഹൈഡ്രജൻ ആണ്. ദിസ് ഈസ് 1 മോൾ ഹൈഡ്രജൻ ആറ്റം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതൊരു ചെയിനാണ്. ഈ ഒരു ചെയിന് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിരിക്കണം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ റിലേഷൻ മനസ്സിലാക്കുക. ഞാൻ വേറെ ഒരു എക്സാമ്പിൾ ചെയ്യാം കേട്ടോ. ഇതൊരു എക്സാമ്പിളാണ്. ഇതുപോലെ വേറെ എക്സാമ്പിൾ ചെയ്യാം. ഫോർ എക്സാമ്പിൾ കാർബണിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 12 എങ്കിൽ 12 ഗ്രാം ഓഫ് കാർബൺ എന്ന് പറയുന്നത് അതിൽ എത്ര കാണും മക്കളെ? 6.022 ഇൻറ്റു 10⁻23 ആര് കാണും? ആറ്റംസ് കാണും.
മനസ്സിലായോ? എങ്കിൽ അതെന്തായിരിക്കും? അത് 1 മോൾ കാർബൺ ആറ്റംസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ചെയിന് നിങ്ങൾ മനസ്സിലാക്കുക. മക്കളെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ. ഈ ചെയിന് 12 ഗ്രാം കാർബൺ, അവഗാഡ്രോ നമ്പർ ഉണ്ട്. അതിനകത്ത് 1 മോൾ കാർബൺ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ. അതായത് ചെയിന് നിങ്ങൾ മുന്നിലേക്കും പഠിക്കണം, തിരിച്ച് റിവേഴ്സിലും പഠിക്കണം. ഓക്കെ. ഞാൻ പറഞ്ഞു തരാം. 12 ഗ്രാം കാർബൺ 1 മോൾ കാർബൺ ആണ്. ഓക്കെ. 12 ഗ്രാം കാർബണിൽ അവഗാഡ്രോ നമ്പർ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ക്ലിയർ? ഞാൻ തിരിച്ചു പറയാണ്. 1 മോൾ കാർബൺ ആറ്റം 12 ഗ്രാം ആയിരിക്കും. ഓക്കെ. 1 മോൾ കാർബൺ ആറ്റം അവഗാഡ്രോ നമ്പർ കാർബൺ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഇതാണ് കണക്ഷൻ. ഓക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു ചെയിനിന് താഴെ നിങ്ങൾ നോക്കിക്കേ. 12 ഗ്രാം 1 മോളാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ 24 ഗ്രാം എടുത്താൽ അത് എത്ര മോളായിരിക്കും? 2 മോളായിരിക്കും. അല്ലേ? എങ്കിൽ ഞാൻ 120 ഗ്രാം എടുത്താൽ എത്ര മോളായിരിക്കും? അത് 10 മോളായിരിക്കും. എങ്ങനെയാ ഇത് മനസ്സിലായത്? 120 ഗ്രാം 10 മോളാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലായത്? ഓക്കെ. 120 ഗ്രാമിനെ 12 ഗ്രാം കൊണ്ട് ഹരിച്ചാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 മോളാണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഇക്വേഷൻ എഴുതാം. നമ്പർ ഓഫ് മോൾ, അല്ലേ? നമ്പർ ഓഫ് മോൾ ഈസ് ഈക്വൽ ടു, മോളിൻ്റെ എണ്ണം കാണാൻ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോൾ ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എഴുതാം, ഗിവൺ മാസ്, അല്ലേ? ഈ ഗിവൺ മാസ്, ഞാനിവിടെ സ്പേസ് ഡിലീറ്റ് ചെയ്യണേ മക്കളെ. ഇക്വേഷൻ എന്തെഴുതാം? നമ്പർ ഓഫ് മോൾ ഈസ് ഈക്വൽ ടു, നമ്പർ ഓഫ് മോൾ ഈസ് ഈക്വൽ ടു, അല്ലേ? 120 ഗ്രാമിനെ 12 ഗ്രാം കൊണ്ട് ഹരിച്ചു. 120 ഗ്രാം എന്താണ്? ഗിവൺ മാസ് ആണ്. അപ്പോൾ ഗിവൺ മാസ് ബൈ 12 ഗ്രാം, അല്ലേ? 12 ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് ആണ്, അല്ലേ? എന്താണ് അതിൻ്റെ? ഗ്രാം അറ്റോമിക് മാസ് ആണ്. ഗ്രാം അറ്റോമിക് മാസ്, ഷോർട്ട് ഫോം നമ്മൾ GAM എന്നൊക്കെ വിളിക്കും കേട്ടോ. ഇതാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. മക്കളെ ശ്രദ്ധിച്ചു വെച്ചോ ഈ ഒരു ഇക്വേഷൻസ്. എന്താണ് ഇക്വേഷൻ? നമ്പർ ഓഫ് മോള് കാണാൻ എന്ത് ചെയ്യണം? ഗിവൺ മാസ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. ഓക്കെ. അപ്പോൾ നമുക്ക് 1-2 പ്രോബ്ലംസ് ചെയ്യാം ഇതിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ. ശ്രദ്ധിച്ചോ, ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഫൈൻഡ് ദി നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ദ ഫോളോയിങ്. ഇതിലുള്ള ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. 60 ഗ്രാം കാർബണിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടെന്നാണ് ചോദ്യം. 60 ഗ്രാം ഓഫ് കാർബൺ എത്ര ആറ്റങ്ങളുണ്ട്? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 60 ഗ്രാം എന്നുള്ളത് എത്ര മോളാണ് എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇതിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട് എന്നറിഞ്ഞാൽ നമുക്ക് അത് ആറ്റങ്ങളുടെ എണ്ണം പറയാൻ പറ്റും, അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതിൻ്റെ നമ്പർ ഓഫ് മോള് കണ്ടുപിടിക്കാം. മോളിൻ്റെ എണ്ണം, നമ്പർ ഓഫ് മോൾ എങ്ങനെ കാണാം? ഗിവൺ മാസ് എത്രയാണ്? 60 ഗ്രാം ഹരിക്കണം കാർബണിൻ്റെ ഗ്രാം അറ്റോമിക് മാസ്. കാർബണിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 12 ആണ്. അപ്പോൾ ഗ്രാം അറ്റോമിക് മാസ് എത്രയാണ്? 12 ഗ്രാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്യാം. 60, 12 നമുക്ക് കട്ട് ചെയ്താൽ എന്ത് ആൻസർ വരും? ദ ആൻസർ ഇസ് എത്രയാണ്? 5 മോൾ ആയിരിക്കും. ഇതിന് ആൻസർ എത്ര കട്ട് ചെയ്താൽ? 5 മോൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാലോ നമ്പർ ഓഫ് ആറ്റംസിൻ്റെ എണ്ണം എത്രയായിരിക്കും? 5 മോൾ അല്ലേ? 1 മോളിൽ അവഗാഡ്രോ നമ്പർ എങ്കിൽ 5 മോളിൽ 5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. 5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആയിരിക്കും ആറ്റങ്ങളുടെ എണ്ണം. ഈസി ആണല്ലോ മക്കളെ. വേറൊരു ചോദ്യം നോക്കിക്കേ. ഇവിടെ 8 ഗ്രാം ഓക്സിജനാണ്. 8 ഗ്രാം ഓക്സിജനിൽ എത്ര ആറ്റങ്ങളുണ്ട്? സോ നമുക്ക് ആദ്യം എത്ര മോൾ ആണെന്ന് കണ്ടുപിടിച്ചാൽ മതി. സോ നമ്പർ ഓഫ് മോൾ ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് എത്രയാണ്? 8 ഗ്രാം ഹരിക്കണം ഓക്സിജന്റെ ഗ്രാം അറ്റോമിക് മാസ് എത്രയാണ്? ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 ആണ്. ഗ്രാം അറ്റോമിക് മാസ് 16 ഗ്രാം.
അപ്പോൾ 8/16 കട്ട് ചെയ്യാലോ. 8നെയും 16നെയും നമുക്ക് കട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? 1/2 അല്ലേ? 1/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം 0.5 അര മോളായിരിക്കും. ഓക്കെ, എന്താ വരിക? സോറി, മാഞ്ഞു പോയതാണ്. ഇത്രയും മക്കളെ ആൻസർ വരിക. ഞാൻ താഴേക്ക് ചെയ്താട്ടോ. ആൻസർ ഈസ് ഈക്വൽ ടു 0.5 മോളാണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആറ്റംസോ, നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു 0.5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ക്ലിയർ ആയോ? ഈസി. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. 10 ഗ്രാം ഹൈഡ്രജൻ. നോക്കിക്കേ, 10 ഗ്രാം ഹൈഡ്രജൻ ആണ്. സോ നമുക്ക് എഴുതാം, ആദ്യം മോള് കണ്ടുപിടിക്കാം. 10 ഗ്രാം എത്ര മോളാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. സോ നമ്പർ ഓഫ് മോൾ എത്രയാ? തന്നിരിക്കുന്ന മാസ് എത്രയാ? 10 ഗ്രാം. ഗിവൺ മാസ് 10 ഗ്രാം ബൈ ഹൈഡ്രജന്റെ ഗ്രാം അറ്റോമിക് മാസ് എത്രയാ? ഹൈഡ്രജന്റെ ഗ്രാം അറ്റോമിക് മാസ് 1, ഗ്രാം അറ്റോമിക് മാസ് 1 ഗ്രാം. ക്ലിയർ? സോ 10/1 ദാറ്റ്സ് ഈക്വൽ ടു എത്ര മോളാണ്? ഇറ്റ് ഈസ് 10 മോൾ. എങ്കിൽ നമുക്ക് എഴുതാലോ, നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ദാറ്റ് ഈസ് അവഗാഡ്രോ നമ്പർ ആറ്റംസ്. ക്ലിയർ ആവുന്നുണ്ടോ? വളരെ ഈസിയാണ്. നമുക്ക് ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പഠിച്ചു. ക്ലിയർ? യെസ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് തിരിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മാസ് കണ്ടുപിടിക്കാനും ചോദിക്കും. ഇപ്പം നമ്മൾ എന്താ ചെയ്തത്? ഇപ്പം നമ്മൾ ചെയ്ത് മാസ് തന്നു, എണ്ണം കണ്ടുപിടിച്ചു. ഇനി തിരിച്ച് മാസ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, മനസ്സിലാക്കി ചെയ്യുക, വളരെ ഈസിയാണ്. ഇവിടെ നോക്കിക്കേ, ഫൈൻഡ് ദി മാസ് ഓഫ് ദ ഫോളോയിങ്. മാസ് കണ്ടുപിടിക്കാം. 3 മോൾ കാർബണിൻ്റെ മാസ്. 3 മോൾ കാർബൺ. നമുക്കറിയാം 1 മോൾ എത്രയാണെന്ന് അറിയാലോ. 1 മോൾ കാർബൺ എത്രയായിരിക്കും? അതിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് 12 ഗ്രാം ആയിരിക്കും. എല്ലാത്തിൻ്റെയും 1 മോൾ നമ്മൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. 1 മോൾ എത്രയാണ് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ 3 മോൾ കാർബൺ എത്ര ഗ്രാം ആയിരിക്കും? മാസ് മക്കളെ, മാസ് ഈക്വൽ ടു 3 മോളാണ്. 3 ഇൻറ്റു അല്ലേ കാർബണിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് അല്ലേ? കാർബണിൻ്റെ ഗ്രാം അറ്റോമിക് മാസ് എത്രയാ? 12 ഗ്രാം അല്ലേ? 1 മോൾ എന്ന് പറഞ്ഞാൽ 12 ഗ്രാം അല്ലേ? അപ്പോൾ 3 മോൾ എത്രയായിരിക്കും? 3 ഇൻറ്റു 12. എന്ത് വരും? 3 ഇൻറ്റു 12 36 ഗ്രാം. ആൻസർ ഈസ് 36 ഗ്രാം. ഈസി. ഓക്കെ, എങ്കിൽ ഇവിടെ ഒരു ചോദ്യം. അടുത്ത 0.5 മോൾ നൈട്രജൻ. അര മോള് നൈട്രജൻ. അപ്പം മാസ് കാണാം മക്കളെ. അര മോളാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. മാസ് സമം അര മോളാണ് 0.5 ഇൻറ്റു നൈട്രജൻ്റെ ഗ്രാം അറ്റോമിക് മാസ്. അത് എത്രയാണ്? നൈട്രജൻ്റെ ഗ്രാം അറ്റോമിക് മാസ് 14 ഗ്രാം ആണ്. അപ്പോൾ 0.5 ഇൻറ്റു 14. ഈ 0.5 എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? 1/2 അല്ലേ? അതായത് 1/2 ഇൻറ്റു 14 ആണ് ഇവിടെ. 2 നമുക്ക് 14ഉം കട്ട് ചെയ്യാലോ. എന്ത് കിട്ടും? 7 ഗ്രാം. എന്താ ആൻസർ വരിക? 7 ഗ്രാം. ക്ലിയർ ആണോ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ 10 മോൾ ഹൈഡ്രജൻ. ഇവിടെ ശ്രദ്ധിച്ച്, 10 മോൾ ഹൈഡ്രജൻ ആണ്. എങ്ങനെ കാണാം? ഇതുപോലെ തന്നെ ചെയ്യാം. മാസ് ഈക്വൽ ടു 10 മോളാണ്. 10 ഇൻറ്റു ഹൈഡ്രജൻ അല്ലേ? ഹൈഡ്രജൻ്റെ GAM എത്രയാ? ഹൈഡ്രജൻ്റെ ഗ്രാം അറ്റോമിക് മാസ് എത്രയാ? 1 ഗ്രാം അല്ലേ? സോ 10 ഇൻറ്റു 1 ഗ്രാം 10 ഗ്രാം. ഈസി. ആൻസർ എത്രയാണ് വരിക? 10 ഗ്രാം എന്നാണ് വരിക. ഓക്കെ, ദെൻ റെഡി. ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു. ഡി ക്വസ്റ്റ്യൻ. ഇവിടെ 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ കാർബൺ എന്നാണ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ മാസ് കണ്ടുപിടിക്കണം. നിങ്ങൾക്കറിയാലോ, 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ആണ് തന്നിട്ടുള്ളത്. ഇത് എത്ര മോളായിരിക്കും? ഈസി അല്ലേ? അവഗാഡ്രോ നമ്പർ 1 മോളാണ്. 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ എത്ര മോളാ? 2 മോളാണ്. ഇനി ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി നിങ്ങൾക്ക്? അഥവാ നമുക്കിത് ഇക്വേഷൻ പ്രകാരം കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോള്, ഇത് എത്ര മോളാണെന്ന് ആദ്യം നോക്കുക. നമ്പർ ഓഫ് മോൾ എങ്ങനെയാണ് കാണുക? ഇതിലെ എണ്ണം അല്ലേ? എത്ര എണ്ണം ഉണ്ട്? 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ആണ്. ഹരിക്കണം അല്ലേ? ഡിവൈഡഡ് ബൈ 1 മോളിലെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. 1 മോളിൽ എത്രയുണ്ട്? 6.022 ഇൻറ്റു 10⁻23.
ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഇത് രണ്ടും കട്ട് ചെയ്ത് പോയാൽ നമുക്ക് എന്ത് വരും ആൻസർ? 2. ഇത് എത്ര മോളാണ്? 2 മോളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാലോ മാസ് ഈസ് ഈക്വൽ ടു, മാസ് എത്രയായിരിക്കും അങ്ങനെയാണെങ്കിൽ? മാസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു അല്ലേ 2 മോളല്ലേ, 2 ഇൻറ്റു കാർബണിൻ്റെ GAM. കാർബണിൻ്റെ GAM എത്രയാ? 12 ഗ്രാം. 2 ഇൻറ്റു 12 ഗ്രാം എത്ര വരും? 24 ഗ്രാം എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഈസി അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ആറ്റവുമായി ബന്ധപ്പെട്ട ഒരേ പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെയുണ്ട്, നോക്കിക്കേ. 3 പോയിന്റ്, ഒരു പോയിന്റ് അധികം വന്നേ, സോറി, 3.011 ഇൻറ്റു 10⁻23 ഓക്സിജൻ ആണ് കേട്ടോ. ഈ പോയിന്റ് ഇല്ലേ, ഒരു പോയിന്റേ ഉള്ളൂ. ശ്രദ്ധിക്കോ, 3.011 ഇൻറ്റു 10⁻23 ഓക്സിജൻ. ഇതിൻ്റെ മാസ് കണ്ടുപിടിക്കണം. മാസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത് എത്ര മോളാണെന്ന് നോക്കുക മക്കളെ. ഇത് എത്ര മോളാണ്? നമ്പർ ഓഫ് മോൾ. മക്കളെ മനസ്സിലാക്കുക, ഈ ഒരു നമ്പർ നമ്മുടെ അവഗാഡ്രോ നമ്പറിൻ്റെ ഹാഫാണ്, പകുതിയാണ്. കണ്ടുപിടിച്ച് നോക്കാം നമ്പർ ഓഫ് മോൾ. നമ്പർ ഓഫ് മോൾ കാണാൻ എണ്ണം എഴുതുക. എത്ര എണ്ണം ഉണ്ട്? 3.011 ഇൻറ്റു 10⁻23 ഡിവൈഡഡ് ബൈ 6.022 ഇൻറ്റു 10⁻23 അല്ലേ? നമ്മുടെ എണ്ണം ഇത്രയും എണ്ണമാണ് തന്നിട്ടുള്ളത്. അതിനെ നമ്മുടെ ഒരു മോളിലെ എണ്ണം കൊണ്ട് ഹരിക്കും അല്ലോ, ഡിവൈഡ് ചെയ്യും. അപ്പോൾ കട്ട് ചെയ്താൽ എന്ത് വരും? നമുക്ക് ഇവിടെ നോക്കിയാൽ 3യും 6ഉം അല്ലേ? 3യും 6ഉം കണ്ടാൽ തന്നെ മനസ്സിലാക്കുക അത് 1/2 ആണ്, അതായത് ഹാഫ് ആണ്. 1/2 ദാറ്റ് ഈസ് 0.5 മോളാണിത്. 0.5 മോളാണെങ്കിൽ മാസ് കണ്ടുപിടിച്ചൂടെ? അപ്പം എങ്ങനെ എന്താ മാസ് എന്ത് എഴുതാം? മാസ് ഈസ് ഈക്വൽ ടു 0.5 ഇൻറ്റു ഓക്സിജൻ അല്ലേ? ഓക്സിജൻ്റെ ഗ്രാം അറ്റോമിക് മാസ് എത്രയാണ്? 16 ഗ്രാം. 0.5 ഇൻറ്റു 16 ഗ്രാം എത്ര വരും? 0.5 ഇൻറ്റു 16 എന്ന് പറഞ്ഞാൽ അത് 8 ഗ്രാം ആണ്. ദ ആൻസർ ഈസ് 8 ഗ്രാം. മനസ്സിലായോ? അപ്പം നമ്മൾ ആറ്റവുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രോബ്ലംസും നമ്മൾ ചെയ്തു കഴിഞ്ഞു. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇത് ഓൾറെഡി ഈ ഒരു വീഡിയോ തന്നെ 22ഓളം മിനിറ്റ് കഴിഞ്ഞു. സോ എന്ത് ചെയ്യാം, നമ്മൾ അടുത്ത വീഡിയോ ബാക്കി മോളിക്യൂൾസിൻ്റെ ഏരിയ നമ്മൾ നെക്സ്റ്റ് പാർട്ട് വീഡിയോ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എല്ലാം നമ്മൾ ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും, മാത്രമല്ല വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. ഓക്കെ, സോ കീപ് സപ്പോർട്ട്. മാക്സിമം ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.